വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വലിയ പ്രതീക്ഷയോടെ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വന്നു ചേരാം. ഹല്ലേലൂയ. കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ മെസ്സേജ് ദൈവം ചിലവരോട് സ്പെഷ്യലി സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ചിലവരെ കണ്ണുനീർ തുടക്കുവാൻ വേണ്ടി യേശു വന്നിട്ടുണ്ട്. ജീസസ് വിൽ വൈപ്പ് അവേ യുവർ ടിയേഴ്സ് എന്ന ഒരു മുദ്രാവാക്യമായിരുന്നു അനേക വർഷങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും. നമ്മുടെ കാറിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രോഷേഴ്സിലും എല്ലാം നമ്മൾ ജീസസ് വിൽ വൈപ്പ് അവേ യുവർ ടിയേഴ്സ്, യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും എന്ന ഒരു വേർഡ് നമ്മൾ എപ്പോഴും കൊടുക്കുമായിരുന്നു, എപ്പോഴും പറയുമായിരുന്നു. ഐ വോണ്ട് റിലീസ് ദാറ്റ് വേർഡ് ഓവർ യു. ജീസസ് വിൽ വൈപ്പ് അവേ യുവർ ടിയേഴ്സ്. കർത്താവ് ചിലരെ പൊക്കിയെടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ മെസ്സേജും അങ്ങനത്തെ ഒരു അപ്ലിഫ്റ്റിംഗ് മെസ്സേജ് ആയിരിക്കും. അപ്ലിഫ്റ്റിംഗ് ലവ്, ഉയർത്തുന്ന സ്നേഹം, അതിൻ്റെ റെവലേഷനാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഏമൻ. അതിനു മുമ്പാകെ നമുക്ക് ആദ്യമായി ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നൊരു കീ സ്പോൺസറാണ് ഉള്ളത് സിസ്റ്റർ ശൈലജ വേണുഗോപാലൻ ഫ്രം തിരുവനന്തപുരം. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മകൾ രുക്കുവിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൻഡ് ഐ പ്രേ ദിസ് ഇസ് എ ബ്ലെസ്ഡ് ഇയർ ഫോർ യു. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശൈലജ സിസ്റ്റർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവെ. അപ്പോൾ തന്നെ മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മകൾ രുഘുവിൻ്റെ കർത്താവ് ജന്മദിനമാണല്ലോ. മകൾ അനുഗ്രഹിക്കുന്നു. ഈ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ. ദൈവം സകല കാര്യത്തിൽ വലിയ ഒരു വിശാലത കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദേവിയുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേൽ ഒരു അത്ഭുതത്തെ ഞങ്ങൾ ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. ഇന്ന് ഖത്തറിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. ദോഹയിൽ ആംഗ്ലിക്കൻ സെന്ററിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ബ്രദർ ആമിൻ അതിൽ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ നാളെ ദുബായിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അൽനാദയിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട്. സോ അതിലേക്ക് കടന്നു വരിക. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്ലെസ്ഡ് ടൈം. അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോൾ നമ്മുടെ യൂത്ത് കോൺഫറൻസിന് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഫ്രൈഡേ സാറ്റർഡേ ആണ് നമ്മുടെ യൂത്ത് കോൺഫറൻസ്. സോ അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും, 13 വയസ്സിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വെൽക്കം ചെയ്യുന്നു. ടീൻസ് ആൻഡ് അപ്പോൾ തന്നെ യൂത്ത്സ്, 30 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവരുടെ മീറ്റിംഗ് ആണ്. ബട്ട് അതിൻ്റെ പാരൻസ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ മക്കളെ സ്പെഷ്യലി ഈ മീറ്റിങ്ങിന് വേണ്ടി അയക്കുക. അപ്പോൾ തന്നെ അടുത്ത മാസം നമുക്ക് ഗ്ലോ നവംബർ 8 and 9 തീയതികളിൽ ഗ്ലോ കോൺഫറൻസ് നടക്കുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പവർഫുൾ ടൈം. എല്ലാ സിസ്റ്റേഴ്സും അതിലേക്ക് പ്രത്യേകം ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം ഒന്ന് തുറന്നു പറയാം. ഐ ലവ് യു ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൽ ഒരു സ്നേഹമുണ്ട്. നമ്മൾ പലരും കുടുംബക്കാരല്ല, വീട്ടുകാരല്ല, ഒരു ബന്ധവുമില്ല. ബട്ട് ദർ ഇസ് എ ലവ് കണക്ഷൻ. കർത്താവിലുള്ള ഒരു വലിയ സ്നേഹം. 2 കൊരിന്ത്യർ 5:14 പറയുന്നത്, 2 Corinthians 5:14, the love of Christ constraineth us. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച ശേഷം I have lived a life not for me but to help others. എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും ആത്മീയമായി കൈത്താങ്ങൽ കൊടുക്കാനും പല രീതിയിൽ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും കൗൺസിലിംഗ് കൊടുക്കാനും പ്രാർത്ഥിക്കാനും വചനം പങ്കുവയ്ക്കാനും രോഗസൗഖ്യം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് I wanted to give my life for others. ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇന്നത്തെ ലോകത്തിൽ ഈ ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പങ്ക് മനുഷ്യരും സെൽഫ് സെൻറ്റേർഡാണ്. അതിനെക്കുറിച്ച് 2 തിമോത്തിയോസ്, എനിക്കൊന്ന് 4-ാം അധ്യായത്തിൽ 2-ലാണോ 4-ലാണോ വ്യക്തമായി അന്ത്യകാലത്തെ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ
അവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, ഈ മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും എന്ന് പറഞ്ഞാൽ സെൽഫ് സെൻറ്റേഡ്, സെൽഫ് ലവ് ഉള്ള ആളുകളായിരിക്കും എന്ന് വെച്ചാൽ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, there will be terrible times in the last days. ഭീകരമൊരു കാലഘട്ടം ഉണ്ടാകും. അതിൽ people will be lovers of themselves. അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് people will be lovers of themselves. അവരവരെ തന്നെ സ്നേഹിക്കുന്ന മനുഷ്യർ. then lovers of money, രണ്ടാമത്തത് ധനം, പണത്തെ സ്നേഹിക്കുന്നവർ. boastful, proud, abusive, disobedient to their parents, ungrateful, unholy, without love, unforgiving, slanderous, without self-control, brutal, for not lovers of good, lovers of the good, treacherous, rash, conceited, lovers of pleasure rather than lovers of God. അവസാനം പറയുന്നത്, having a form of godliness but denying its power, have nothing to do with such people. കുറേ ഉണ്ട്. മലയാളത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ സ്ക്രീനിൽ ഇത് കാണാൻ കഴിയും. ഞാൻ പെട്ടെന്ന് വായിച്ചു പോയെന്നേ ഉള്ളൂ. അതിൽ ആദ്യത്തെ 2 തന്നെ ഞെട്ടിപ്പിക്കുന്നത് ലവേഴ്സ് ഓഫ് ദംസെൽവ്സ്, സെൽഫ് ലവ്. അവരവരെ സ്നേഹിക്കണം, വേണം, തീർച്ചയായിട്ടും സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷം 22-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ആത്മാവോടെ മനസ്സോടെ സ്നേഹിക്കണം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ട് 2-ാം കൽപ്പന പറയുക എന്താണത്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ, നിന്നെ പോലെ തന്നെ. അപ്പോൾ നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ ആൾക്കാരനെ. നിന്നെ നീ സ്നേഹിക്കാതെ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കെല്ലാവർക്കും സെൽഫ് ലവ് ഇല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കുറേയെങ്കിലും സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെ കൊടുക്കും. അപ്പോൾ സെൽഫ് ഹേറ്റഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റെപ്പായി ജീവൻ ഒടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നെത്തിച്ചേരും. അതുകൊണ്ടാണ് ഇന്ന് ചിലർ പറഞ്ഞു ഇത് സെൽഫിയുടെ കാലമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ സെൽഫി എടുത്ത് പോകുന്ന സെൽഫ് ലവ്, സെൽഫി ഏജ്. എൻ്റെ കാര്യം, എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ മാത്രം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റാതെ വരും. അപ്പസ്തോലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ എഫെസോസ് സഭയിൽ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുകയാണ്. 3.5 വർഷം എഫെസോസിലെ സഭയിൽ താമസിച്ച് ശുശ്രൂഷിച്ച പൗലോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഒരു സ്ഥലത്ത് തങ്ങിയത് അതാണെന്ന് പറയപ്പെടുന്നു. 3.5 വർഷം ഒറ്റ ലോക്കൽ ചർച്ചിൽ നിന്ന് ശുശ്രൂഷിച്ച് എഫെസോസിൽ എല്ലായിടത്തും സഞ്ചരിച്ച് ഭയങ്കരമൊരു മിനിസ്ട്രി റിവൈവൽ, അതൊരു മെഗാ ചർച്ചയായി മാറി. അതിനെല്ലാത്തിനും ശേഷം സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുക. കപ്പലിൽ തുറമുഖത്തേക്ക് പോകാൻ പോവുക. അതിന് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ച് രാത്രി മുഴുവൻ പ്രസംഗിച്ച് അവസാനം ജനലിലിരുന്ന യൂത്തിക്കോസ് എന്ന് പറയുന്നൊരു മോൻ, ഒരു യുവാവ് അവിടെ ഉറക്കം തൂങ്ങി അവിടുന്ന് ബാക്കിലേക്ക് മറിഞ്ഞ് മുകളിലത്തെ നിലയിൽ താഴെ വീണ് കഴുത്തൊടിഞ്ഞ ആൾ മരിച്ചു. പിന്നെ പൗലോസ് അയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരിച്ചുപോയ ആളെ എഴുന്നേൽപ്പിച്ചു. ഇതിനെല്ലാം ശേഷം സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുമ്പോൾ അദ്ദേഹം പറയുക, പ്രയോജനമുള്ള ഒന്നും ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല. എന്തെല്ലാം ദൈവം എനിക്ക് വെളിപ്പാടായി തന്നോ, എന്തെല്ലാം പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചോ, എന്തെല്ലാം കർത്താവിൽ നിന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടി, അതെല്ലാം ഈ 3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല. എൻ്റെ ട്രേഡ് സീക്രട്ടായി, എൻ്റെ മാത്രം കാര്യമായിട്ട് വെച്ചിട്ടില്ല. ചില വൈദ്യന്മാർ, നാട്ടുവൈദ്യന്മാർ, പ്രത്യേക ഔഷധക്കൂട്ടുകൾ ചെയ്യുന്നവർ, മർമ്മ ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരൊക്കെ കുലമായി അല്ലെങ്കിൽ തലമുറകളായി അവർക്ക് കിട്ടിയ ഒരറിവുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച്, തിരുമ്മലിനെ കുറിച്ച്, ഔഷധക്കൂട്ടുകൾ. ഇതവരാർക്കും പറഞ്ഞു കൊടുക്കില്ല, ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല. അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്. ആറന്മുള്ള കണ്ണാടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ലോഹക്കൂട്ട് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അറിഞ്ഞുകൂടാ, കേട്ടിട്ടുണ്ട്. സോ ഇതുപോലെ അല്ലായിരുന്നു പൗലോസ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വച്ചില്ല. യേശു അങ്ങനെയായിരുന്നു.
യേശു എങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. ആക്ച്വലി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനത്തിൽ മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, പിതാവിൽ നിന്ന് ഞാൻ കേട്ടതൊക്കെയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നു. ഒരു വീട്ടിലെ ദാസന് അവിടുത്തെ യജമാനൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല, അതൊക്കെ സീക്രട്ടാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു. ശ്രദ്ധിച്ചു കേട്ടെ. ദാറ്റ് മീൻസ് ഒന്നും അറിയാതെ വെറും കടപ്പുറത്തൊക്കെ മുക്കുവരായി നടന്നിരുന്ന, നാടൻ ഭാഷയിലും ഫൗൾ ലാംഗ്വേജിലും സംസാരിച്ചിരുന്ന സാധാരണ നാട്ടിൻപുറത്തെ മനുഷ്യർ, കടപ്പുറത്തെ മനുഷ്യർ, യേശു അവരെ എടുത്ത് സ്വർഗത്തിലെ പിതാവിൻ്റെ 3-ാം സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വരെ അവരോട് പറഞ്ഞു കൊടുത്തവരെ മഹാദൈവത്തിൻ്റെ സ്നേഹിതന്മാർ എന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു. ദിസ് ഈസ് കോൾഡ് സെൽഫ്ലെസ് ലവ്. മറ്റുള്ളവരെ ഉയർത്തുന്ന, മറ്റുള്ളവരെ അപ്ഗ്രേഡ് ചെയ്യുന്ന, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുന്ന സ്നേഹം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സ്നേഹത്തെക്കുറിച്ചാണ്. മറ്റുള്ളവരെ ഉയർത്തുന്ന സ്നേഹം. ആ സ്നേഹം ആരംഭിക്കുന്നത് സ്വർഗത്തിലെ പിതാവിൽ നിന്നാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാനിരിക്കുന്ന എൻ്റെ സിംഹാസനത്തിലിരിക്കും. 3-ാം സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് ഈ അധമ ഭൂമിയിൽ കിടക്കുന്ന, നശിച്ചു പോകുന്ന ഭൂമിയിൽ കിടക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന വെറും മണ്ണായ മനുഷ്യനെ എടുത്തിട്ട് ഉയർത്തി 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 3-ാം സ്വർഗത്തിൽ തൻ്റെ സിംഹാസനം വരെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ദൈവത്തെ എവിടെയെങ്കിലും കിട്ടുമോ? ദിസ് ഈസ് ഗോഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ ശത്രുക്കളായി, പാപപ്രകൃതം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറി. ശത്രുക്കളായി മാറിയ നമ്മെ എടുത്ത് തൻ്റെ സ്വന്തം പുത്രൻ്റെ ബലിമരണത്തിലൂടെ, യാഗത്തിലൂടെ ചൊരിയപ്പെട്ട രക്തമെടുത്ത് നമ്മളെ കുളിപ്പിച്ച് കഴുകി. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളെ വാഷ് ചെയ്ത് ശുദ്ധീകരിച്ച് നിർമ്മലമാക്കി നിഷ്കളങ്കരാക്കി മാറ്റിയിട്ട് നമ്മളെ കൊണ്ടുപോയി തന്നോടൊപ്പം ഇരുത്തുന്ന, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടോ? ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഉയർച്ചയുണ്ട്? ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉയരാനൊരു ഉയരമുണ്ടോ? This is God. This is God's heart. Wow, 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 wow. I am about to explode. ആബാപിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമുക്കാർക്കും ഈ പീനട്ട് ബ്രെയിൻ കൊണ്ട്, നമ്മുടെ ഈ കൊച്ച് എന്താ പറയുക, ടെൻഡർ കോക്കനട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന അത്രയും മാത്രമുള്ള കൊച്ചു ബ്രെയിൻ കൊണ്ട് നമുക്കിതൊന്നും അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു വലിയ ദൈവസ്നേഹം മനസ്സിലാക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു 2 Corinthians 5:14, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ക്രിസ്തീയ ശുശ്രൂഷയുടെ ആധാരം സ്നേഹമാണ്.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒരു ശുശ്രൂഷയല്ല. ഇപ്പോൾ ഞാൻ ദൈവകൃപയിലേക്കും വിശ്വാസത്തിലേക്കും വരാൻ കാരണം ബ്രദർ DGS ദിനകരൻ അങ്കിളാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുഴുവനൂടെ കാച്ചി കുറുക്കിയാൽ എന്ന് പറഞ്ഞാൽ ജീസസ് കോൾസ് മിനിസ്ട്രീസിൻ്റെ സ്ഥാപകനായ ദിനകരൻ അങ്കിളുടെ ശുശ്രൂഷ എല്ലാം കൂടി കാച്ചി കുറുക്കിയാൽ നമുക്ക് കിട്ടുന്നത് 2 സാധനങ്ങളാണ്. ഒന്ന് ലവ്, 2 കമ്പാഷൻ. ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും മനസ്സലിവും. ഞാനൊരു വാക്യം വായിച്ചാൽ വിരോധമുണ്ടോ? മത്തായിയുടെ സുവിശേഷം, നിങ്ങൾക്കും നിങ്ങളുടെ വചനം എടുത്തൊന്ന് നോക്കാം. 14-ാമത്തെ വചനം ഒന്ന് എടുത്തു നോക്കി. അവിടെ when Jesus landed and saw a large crowd, he had compassion on them and healed their sick. അവിടെ പറയുന്നത് യേശു വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. and he had compassion on them. അവരോട് മനസ്സലിവുണ്ടായി. and healed their sick. അവരിലെ രോഗികളെ അവൻ സൗഖ്യമാക്കി. അപ്പോൾ എബ്രായ ലേഖനം 13:8 പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തവനാകുന്നു. He will not change. You cannot change him. He has no mood swings. God is not bipolar. ദൈവത്തിന് ഒരു മാറ്റമില്ല, മൂഡ് സ്വിങ്സ് ഇല്ല. നമുക്ക് എപ്പോഴും മൂഡ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞ വാക്കുകൾ മറന്നുപോകും. എപ്പോഴും മറന്നുപോകില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ലവ് ആൻഡ് കമ്പാഷൻ, ലവിങ് ആൻഡ് കമ്പാഷനേറ്റ് നേച്ചർ, സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും ആ ഒരു സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നൊരു ക്യാരക്ടറായി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഹീസ് കമ്പാഷനേറ്റ്, ഹീസ് ലവിങ് ആൻഡ് ഹി വിൽ നോട്ട് ചേഞ്ച്. ദൈവത്തിന് മാറ്റമില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, കർത്താവിൻ്റെ ഈ മനസ്സലിവിനെ, സ്നേഹവും മനസ്സലിവും, അതാണ് ശുശ്രൂഷയുടെ ആധാരം. സോ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വി ക്യാൻ കൗണ്ട് ഓൺ സച്ച് എ ക്യാരക്ടർ. ഒരിക്കലും മാറാത്ത ഒരു വ്യക്തിത്വത്തെ നമുക്ക് എല്ലായ്പ്പോഴും വിശ്വസിക്കാൻ കഴിയും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം സുഹൃത്തുക്കളായി നിന്നിട്ടുള്ളത് ആരൊക്കെയാണ്? ഞാൻ ഒന്നുകൂടി ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കൂട്ടുകാർ കുറേ കാലത്തെ കൊണ്ട്, ഇപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കൂട്ടുകാരുണ്ടായിക്കാണ്. സ്കൂള് കഴിഞ്ഞു, നിങ്ങൾ കോളേജിൽ പോയപ്പോൾ അവരൊക്കെ പിന്നെ മറന്നു. പിന്നെ വല്ലപ്പോഴും വല്ല വാട്സാപ്പ് ഗ്രൂപ്പിലോ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നാലോ ഒന്നുമില്ല. പക്ഷേ ചില കൂട്ടുകാർ ആജീവനാന്തം എന്നതുപോലെ ചിലപ്പോൾ കളിക്കൂട്ടുകാരായി ആരംഭിച്ചത് കൗമാരകാലത്തും യൗവനകാലത്തും വിവാഹം കഴിഞ്ഞും അല്ലാതെയൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളായി നിൽക്കുന്നവരുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ സമീപനത്തിന് മാറ്റമില്ല. That friendship has survived or come out of the test of time. അല്ലേ? കാലത്തിൻ്റെ പരിശോധനയെ കഴിഞ്ഞ അപ്പുറത്തേക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ നിന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ വിശ്വസിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകത യുഗങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞതാണ്.
അവന് നമ്മോടുള്ള കരുണയ്ക്ക് യാതൊരു പഞ്ഞവും വന്നിട്ടില്ല, അത് തീർന്നു പോയിട്ടില്ല. സോ അങ്ങനെയുള്ളൊരു കർത്താവിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചിലരോടൊക്കെ കണ്ണിൽ നോക്കി പറയുകയാണ്, നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ ഷോൾഡർ പെയിനുള്ള, ഈ കൈ ഉയർത്താൻ പോലും പറ്റാതിരിക്കുന്ന ആ ഏതൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഷോൾഡറിന് പ്രശ്നം, യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുക. കാരണം മാറ്റമില്ലാത്തവന് രോഗസൗഖ്യം 2000 കൊല്ലത്തിന് മുമ്പ് കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ 21ാം നൂറ്റാണ്ടിലും കാലം മുന്നോട്ട് പോയാൽ ഈ കൃപായുഗം അല്ലെങ്കിൽ ഈ ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉള്ളിടത്തോളം കാലം അത് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 വായിക്കുക. When Jesus heard what had happened, he withdrew by boat privately to solitary place. ഒരു നിർജ്ജന സ്ഥലത്തേക്ക് സ്വകാര്യമായി കർത്താവ് ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. Hearing of this, the crowds followed him on foot from the towns. പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. കൂട്ടങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശു നോക്കുമ്പോൾ അവൻ്റെ പ്രൈവറ്റായി മാറിയ സമയത്ത് ആ ഉള്ള സ്ഥലത്തേക്ക് ക്രൗഡ്സ് വരികയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യേശു ഇത് കണ്ടപ്പോൾ അവിടെയാണത് പറയുന്നത്, when Jesus landed and saw a large crowd. ചെന്നപ്പോൾ ഭയങ്കര ഒരു ക്രൗഡാണ്. കർത്താവ് ചെയ്തത്, അവരോട് മനസ്സലിഞ്ഞ് അവിടെ രോഗികളെ അവൻ സൗഖ്യമാക്കി. അപ്പം ഇവിടെ രോഗികളെ സൗഖ്യമാക്കി എന്ന് മാത്രമേ, എത്ര പേരെ? കൗണ്ട് ഈസ് നോട്ട് ഗിവൺ ദെയർ, നമ്പേഴ്സ് ആർ നോട്ട് ഗിവൺ ദെയർ. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അവസാനിക്കുമ്പോൾ, സുവിശേഷം എഴുതി ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് യോഹന്നാൻ അപ്പസ്തോലൻ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുക, യേശു കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എഴുതാൻ തുടങ്ങിയാൽ ഓരോ അത്ഭുതങ്ങളുടെ വിവരണം എഴുതാൻ തുടങ്ങിയാൽ ആ പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ പോലും ഒതുങ്ങുകയില്ല. അത്രയും എണ്ണം അത്ഭുതങ്ങൾ കർത്താവ് തൻ്റെ ജീവിതകാലത്ത് ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ദയവായി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, കമൻറ്റ് സെക്ഷനിൽ, യൂട്യൂബിലൊക്കെ കാണുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ദൈവം പിശുക്കനല്ല. ഒന്ന് ടൈപ്പ് ചെയ്തേ. മനുഷ്യർ പിശുക്കരാണ്, പിശുക്കുള്ള പലരുമുണ്ട്. എന്നാൽ ദൈവം പിശുക്കനല്ല, ദൈവം ധാരാളിയാണ്. അതിന് കാരണം, സ്വർഗത്തിൽ റിസഷൻ ഇല്ല, സ്വർഗത്തിൽ ക്ഷാമമില്ല, സ്വർഗത്തിൽ പഞ്ഞമില്ല, സ്വർഗത്തിൽ ഷോർട്ടേജ് ഇല്ല, സ്വർഗത്തിൽ നോ സ്റ്റോക്ക് ബോർഡില്ല. സ്വർഗം എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. ദൈവരാജ്യത്തിൽ വേണ്ടത്ര വിഭവ സമൃദ്ധിയുണ്ട്. എത്ര വേണേലും ദൈവത്തിന് തരാൻ കഴിയും. സോ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ ധാരാളമായി. കഴിഞ്ഞ ദിവസം ഞാൻ ധൂർത്തപുത്രൻ്റെ കാര്യം പറഞ്ഞു. സപ്ലൈ കട്ടായി, സപ്ലൈ ലൈൻ കട്ടായി. എപ്പോൾ? പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ. എന്നാൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ തിരിച്ചു വന്നപ്പോൾ സപ്ലൈ ലൈൻ റെസ്റ്റോർഡ് ആയതുകൊണ്ട് അവന് എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു വന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്കും വരണമെങ്കിൽ ആകെ വേണ്ടത് ദൈവമായിട്ടുള്ള സപ്ലൈ ലൈൻ പുനഃസ്ഥാപിക്കുക. എവിടെയാണത് ബ്രേക്ക് ആയത്, എവിടെയാണത് കുറഞ്ഞു പോയത്, അത് തിരിച്ചു കൊണ്ടുവരിക. അതിന് ഒരുപക്ഷെ തുടങ്ങാൻ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എന്താണത്? താങ്ക്സ് ഗിവിങ്, നന്ദി പറയുക. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വചനം ഒന്ന് എടുത്തു നോക്കി. ഫിലിപ്പ് ലേഖനം 4:6 വചനത്തിൽ കാണുന്നൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. Do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, present your requests to God. ഇവിടെ പറയുന്നത് do not be anxious about anything. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടല്ലേ.
ആൻഡ് ഇൻ എവറി സിറ്റുവേഷൻ, ഏത് സാഹചര്യം വന്നാലും ബൈ പ്രയർ ആൻഡ് പെറ്റിഷൻ, നമുക്ക് അപേക്ഷകളും അതുപോലെ അഭയാചനകളും ഇതെല്ലാം ഉണ്ട്. വിത്ത് താങ്ക്സ് ഗിവിങ്, നന്ദി അർപ്പണത്തോടുകൂടെ, സ്തോത്രാർപ്പണത്തോടുകൂടെ, അല്ലെങ്കിൽ കർത്താവിന് ഇതുവരെ പ്രാപിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രസന്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. ദൈവത്തോട് നിങ്ങൾ കാര്യങ്ങളെ ബോധിപ്പിക്കുക. അപ്പോഴാണ് 7-ാം വചനത്തിൽ പറയുന്നത്, ആൻഡ് ദ പീസ് ഓഫ് ഗോഡ് which transcends all understanding will guard your hearts and your minds in Christ Jesus. അപ്പോഴാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ ക്രിസ്തു യേശുവിൽ കാക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കളെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാം? ഒരു തെളിവ്, പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഭയങ്കര ദൈവസമാധാനകത്ത് വന്നറിയാം. പ്രാർത്ഥന മറുപടി കണ്ടിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല, അനുഗ്രഹങ്ങളുടെ വാല് പോലും കണ്ടിട്ടില്ല. പക്ഷെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനമെന്ന് നിറയുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള ഉദാഹരണം വീണ്ടും പറയാം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന പ്രാർത്ഥിക്കുന്ന സമയത്ത്, തനിക്ക് കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ ഏലി വരെ തെറ്റിദ്ധരിച്ചു. ഇവൾ വീഞ്ഞു കുടിച്ചു വന്ന് പുലമ്പയാണെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഇവൾ ദൈവത്തോട് ഇങ്ങനെ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം വന്ന് നിറഞ്ഞു. അവൾ എഴുന്നേറ്റു. പിന്നെ അവളുടെ മുഖം വാടിയില്ല. കുഞ്ഞുണ്ടായോ? നോ, പ്രാർത്ഥിച്ചെഴുന്നേറ്റുള്ളൂ. അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല. അതിന് കാരണം നമ്മുടെ പ്രാർത്ഥന അവിടെ എത്തിയില്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം? ഉത്തരം, അകത്ത് ഒരു വലിയ സമാധാനം വന്ന് നിറയും. കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പല ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം, പല ദിവസങ്ങൾ പ്രാർത്ഥിച്ച ശേഷം കഴിഞ്ഞൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് എന്തൊരു വലിയ പ്രകാശമോ എന്തൊരു വലിയ സമാധാനമോ എന്തൊക്കെയോ ഒന്ന് നിറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വിഷയത്തിന് വിടുതലായി. വിടുതൽ കണ്ടു? നോ, അകത്തറിയാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവസാന്നിധ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന എത്തിയില്ലയോ എന്നുള്ളത് അകത്ത് വരുന്ന സമാധാനത്തിൽ അറിയാം. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, കുടുംബജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്ന, ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്ന, രോഗങ്ങൾ മാറുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന, രോഗങ്ങൾക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള കാശ് മുഴുവൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾ ഹൃദയത്തിൽ ആദ്യം വന്നൊരു സമാധാനം നിറയും. അതിനുശേഷം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം സമയത്ത് നിങ്ങളുടെ കയ്യിൽ വരും. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരേ പരീക്ഷ പല പ്രാവശ്യം എഴുതി പാസ്സാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഭവനത്തിൻ്റെ പണികൾക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ട് വിട്ടും ഒന്നും നടക്കാതെ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിലൊരു വലിയ വിടുതലുണ്ടാകട്ടെ. വിവാഹം നടക്കേണ്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. നേരത്തെ ഞാൻ ഈ ഷോൾഡർ പെയിൻ്റെ കാര്യം പറഞ്ഞത് വീണ്ടും എൻ്റെ ഉള്ളിൽ വരുന്നു. അങ്ങനെയുള്ളവർ ദയവായി സ്ക്രീനിലേക്ക് കൈനീട്ട് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈ ഉയർത്തുക വിശ്വാസത്താൽ. കാൽമുട്ടുകളിൽ ആ സൗഖ്യം നടക്കട്ടെ, ജോയിൻറ്റുകളിൽ ആ സൗഖ്യം നടക്കട്ടെ. സ്ട്രോക്ക് വന്ന ഒരു ഭാഗത്ത് തളർച്ചയോ ഒക്കെ വന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ കുടലിനകത്ത് ഉള്ള രോഗങ്ങൾ, അൾസറുകളൊക്കെ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതലിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളിതിൻ്റെ ലിങ്കുകൾ വാട്സപ്പ് സ്റ്റേറ്റസിലിടുക, ഗ്രൂപ്പിലും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ November 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there.